ഒരു മഞ്ഞ റോസാണ് കേട്ടോ, ചുമന്ന റോസ ഉണ്ട്, പിന്നെ കോഴിപ്പൂവുണ്ട്. രാവിലെ ഞാൻ മുറ്റത്തുനിന്ന് പറക്കെടുത്ത കശുവണ്ടി പരിപ്പാണ്, ഒരു കൈ നിറയെ കിട്ടി. ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും രജി സതി അബി ബ്ലോഗ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ കേരളത്തിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ നാടായ പാരൂർ എത്തിയിരിക്കുകയാണ്. ഇതാണ് വന്ന ട്രെയിൻ. ഇത് അനന്തപുരി സൂപ്പർ ഫാസ്റ്റാണ്, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രെയിനാണ്. നല്ല വേഗതയേറിയ ട്രെയിനാണ്. പെട്ടെന്ന് എത്തി. നമ്മൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് വന്ന് ഇപ്പോൾ 10:45 ഇപ്പം വീട്ടിലെത്തി. ഇനി ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിലെത്തിയപ്പോൾ അബിക്കുട്ടൻ കയറുന്നില്ല, കാരണം അവന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സൈഷേട്ടനുണ്ടെങ്കിൽ അബിക്കുട്ടന് ഐസ്ക്രീം മേടിച്ച് കൊടുക്കില്ല, കാരണം അവന് 2 ദിവസമായിട്ട് നല്ല ചുമയാണ് കേട്ടോ. അപ്പം ഞാൻ ഷാർജ് മേടിച്ച് കൊടുത്തു. അത് നല്ലവണ്ണം തണുപ്പ് മാറ്റിയിട്ട് ലൈറ്റായിട്ട് അബിക്കുട്ടന് കോരി കൊടുത്തു കേട്ടോ. പിന്നെ ഒരു ഓട്ടോയിലേക്ക് വേഗം വീട്ടിലേക്ക് പോയി. അപ്പം നമ്മളൊരു 12 മണിയോടുകൂടി വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അമ്മ കുളിക്കാൻ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞമ്മ വന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞമ്മയോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് വീട്ടിലേക്ക് കയറി. ഇതാണ് വീട്, ഞങ്ങളുടെ കേരളത്തിലുള്ള വീട്. അമ്മയെ കാണുന്നില്ല, അമ്മ കുളിക്കാൻ പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ മുറ്റത്തിറങ്ങിയപ്പോൾ നമ്മുടെ അടുക്കളയോട് ചേർന്നൊരു കശുമാവ് നിൽപ്പുണ്ട്. അപ്പോൾ ആ കശുമാവ് പൂത്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ മുറ്റം നിറയെ കശുവണ്ടിപ്പരിപ്പ് വീണ് കിടന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിറയെ പറക്കിയെടുത്തു. 2 കൈ നിറയെ നമുക്ക് കിട്ടി. അപ്പോൾ ഈ കശുവണ്ടി പരിപ്പിന് ഞങ്ങൾ മുമ്പ് കുഞ്ഞുനാളിൽ നിറയെ തീയിലിട്ട് ചുട്ട് തിന്നുമായിരുന്നു. ബാലൻസ് വരുന്നത് ഞങ്ങൾ കൊണ്ട് തൂക്കി വെക്കുമായിരുന്നു. നല്ല കാശ് കിട്ടും കേട്ടോ. അപ്പോൾ അമ്മ കുറേ നാൾ കലത്തിലൊക്കെ പറക്കി കൂട്ടി വെച്ചിരുന്നിട്ട് എനിക്ക് വീട്ടിൽ പോകുമ്പോൾ തന്ന് വിടാറുണ്ട്. അപ്പോൾ 2 കൈ നിറയെ ഇപ്പോൾ കിട്ടി. അപ്പോൾ ഇതാണ് എൻ്റെ കേരളത്തിലെ വീട്. അപ്പോൾ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കുറച്ച് നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ അനിയനും ഭാര്യയൊക്കെ നട്ട ചെടികളാണിത്. ഒരു മഞ്ഞ റോസാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഉത്സവത്തിന് പിറ്റിയം ക്ഷേത്രത്തിൽ നിന്ന് മേടിച്ച് കൊണ്ട് വെച്ചതാണ്. ഇപ്പം കിളിച്ചിട്ടുണ്ട്. പിന്നെ തന്നെ ചുമന്ന റോസയുണ്ട്, പിന്നെ കോഴിപ്പൂവുണ്ട്, പിന്നെ ചെറിയ വാത്സല്യം എന്നൊക്കെ പറയും നമ്മളിവിടെ. അതിന് ചെടി പൂത്തിട്ടില്ല, വാത്സല്യമുണ്ട്. പിന്നെ അതിൻ്റെ ഈ ചെടിയുണ്ട്. ഇത് നല്ല ജമന്തി ഉണ്ട് കേട്ടോ. ഇതൊക്കെ അനിയൻ്റെ ഭാര്യയായിട്ട് നട്ടതാണ്. പിന്നെ ഓർക്കിഡൊക്കെ ഉണ്ട്. ഓർക്കിഡ് അത് കിളിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. ആന്തൂറിയ ഓർക്കിഡ് ഒക്കെ ഉണ്ട്, അത് കിളിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഔഷധ ചെടിയായ ഞാവരയുണ്ട് കേട്ടോ. ഞാവര നല്ലവണ്ണം പൂത്ത് വളർന്ന് തളർത്ത് കിളിച്ച് കിടപ്പുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ചു. എന്ത് മനെ വാ, അബിക്കുട്ടന് ഞങ്ങൾ ഉത്സവത്തിന് പോകാൻ റെഡിയാവുകയാണ്. അപ്പോൾ ഞങ്ങൾ ബന്ധുക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊന്നും വീഡിയോ പിടിക്കുന്നതിന് താല്പര്യമില്ല. മോനെ അടങ്ങിയത്. പിന്നെ ഇങ്ങ് വാ, ഇതെൻ്റെ അനിയൻ്റെ മോനാണ്, 2ാമത്തെ അനിയൻ്റെ മോനാണ്, സച്ചു എന്നാണ് പേര്. ഹായ് കുടുംബനെ. അബിക്കുട്ടനെ ഇനി മേക്കപ്പൊക്കെ ചെയ്ത് കൊണ്ടുപോകണം. ഞങ്ങൾ ഉത്സവത്തിന് വൈകുന്നേരം ജലോത്സവമൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരം 3 മണി മുതലാണ് ജലോത്സവം ആരംഭിക്കുന്നത്. അപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞ അമ്പലമാണ്. അപ്പോൾ ഞങ്ങൾ വീടിനോട് തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം, കുറച്ച് നടക്കണം. അപ്പോൾ ഇന്ന് 3 മണിക്കാണ് വള്ളംകളി. അപ്പോൾ ഞങ്ങൾ ഉത്സവത്തിന് പോകാൻ പോവുകയാണ്. ചോറ് കഴിച്ചു, എല്ലാം റെഡിയായി. ഇതൊക്കെ ഉത്സവത്തിന് കാണാൻ വന്നതാണ്. ഇതൊക്കെ ഞങ്ങൾ ബന്ധുക്കളാണ് കേട്ടോ. അവർ ഉത്സവത്തിന് വിരുന്ന് വന്നതാണ്. അപ്പോൾ ഞാനും ഉത്സവത്തിന് വന്നതാണ് കേട്ടോ. 1, 2, 3 ട്രാക്കുകളിൽ സ്റ്റാർട്ടിങ്ങിനായി നിലകൊള്ളണമെന്ന് അറിയിക്കുകയാണ് കൃഷ്ണകുമാർ ക്യാപ്റ്റനായിട്ടുള്ള. വള്ളംകളി നടക്കുമ്പോൾ അബിക്കുട്ടനും സച്ചുവൊക്കെ വെള്ളത്തിൽ കിടന്ന് ഒരേ കളിയായിരുന്നു കേട്ടോ. ഹായ്, അപ്പോൾ ഉത്സവം എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരികെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് അടുത്ത മാസം ഒരു ഉത്സവമുണ്ട്, വലിയൊരു അമ്പലത്തിൽ ഉത്സവമുണ്ട്. അപ്പോൾ അടുത്ത മാസം വരും. അപ്പോൾ എന്താ പറയുക, ജലോത്സവം എല്ലാം കഴിഞ്ഞ് ജലോത്സവത്തിൻ്റെ വീഡിയോ ഞാൻ വേറൊരു പാട്ടിലെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 15 മിനിറ്റ് പോകണം. അനിയനുണ്ട് കൊണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് പോകാൻ സമയമായി. 3 മണിക്കാണല്ലോ അനന്തപുരിയിലാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും തമിഴ്നാട്ടിൽ ചെന്നിട്ട് ഇനി കാണാം. എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രജി. ടാറ്റാ, ബൈ ബൈ.